നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദില്ലിയിൽ അക്രമസമരം നടത്തിയ CJPക്കെതിരെ ജനവികാരം ശക്തമാകുന്നു. CJP പോലീസിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിക്കെതിരെ അക്രമത്തിൽ പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബങ്ങളും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇന്നുണ്ടായത് നാടകീയ രംഗങ്ങൾ. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സുപ്രീം കോടതിയിൽ CJPയുടെ ഒരു ഹർജി വരുന്നത്. അതായത് ദില്ലി പോലീസ് തങ്ങളുടെ സമരത്തിന് നേരെ അതിക്രൂരമായ മർദ്ദനമുറകൾ പ്രയോഗിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ആ ഹർജി സുപ്രീം കോടതിയിൽ വന്നത്. അന്ന് തന്നെ സുപ്രീം കോടതി ഈ ഹർജി ഉടൻ തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേൾക്കണമെന്ന് സുപ്രീം കോടതിയോട് ഹർജിക്കാർ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഹർജി കേൾക്കണമെന്ന വാദം സുപ്രീം കോടതി അന്ന് തന്നെ തള്ളിയിരുന്നതാണ്. അതായത് അത്ര അടിയന്തര പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഹർജിയാണിത് എന്ന് തോന്നുന്നില്ല, വെറുതെ ഞങ്ങളുടെ സമയം പാഴാക്കരുത് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വിമർശനത്തോടുകൂടിയും നിരീക്ഷണത്തോടുകൂടിയുമാണ് ഹർജി ഉടൻ പരിഗണിക്കണമെന്ന ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു അപേക്ഷ കോടതി തള്ളിയത്. എന്നാൽ അതിനുശേഷം വിശദമായ വാദം കേൾക്കാനായി ഇന്നത്തേക്ക് ഹർജി മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ സുപ്രീം കോടതി ഈ CJPയുടെ ഹർജി പരിഗണിച്ചു. അതായത് ഈ കഴിഞ്ഞ ജൂലൈ 20-ാം തീയതിയാണ് CJP സൻസദ് ചലോ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. സാധാരണഗതിയിൽ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തണമെങ്കിൽ അതിന് അനുമതി വേണം. ആ അനുമതി CJP തേടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമായ ഒരു മാർച്ചായിരുന്നു. എന്നാൽ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസിനും സർക്കാരിനുമെല്ലാം വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ പ്രക്ഷോഭകർ അക്രമാസക്തമാകുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നു. അതായത് അതീവ സുരക്ഷാ മേഖലയാണ് പാർലമെൻറ്റ്. അത് നമ്മൾ എന്താണ് ഈ CJPയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. നേരിട്ട് ടെലിവിഷനുകളിലൂടെ നമ്മളത് കണ്ടതാണ്. അതായത് CJP പ്രവർത്തകർ വ്യാപകമായ രീതിയിൽ അതീവ സുരക്ഷാ മേഖലയായ പാർലമെൻറ്റിന് സമീപം തടിച്ചുകൂടുന്നു. അവർ പോലീസിനെ കല്ലെറിയുന്നു, പോലീസിനെ ആക്രമിക്കുന്നു, വനിതാ പോലീസുകാരെ ആക്രമിക്കുന്നു, ഗർഭിണികളായ പോലീസുകാരെ ആക്രമിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ നശിപ്പിക്കുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു. തിരിച്ചു ഇങ്ങോട്ട് പോലീസും കൃത്യമായി തന്നെ ലാത്തി ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ മുഖത്തടിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് ദൃശ്യങ്ങൾ ഇരുഭാഗത്തു നിന്നും അനുകൂലമായി നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അന്ന് സുപ്രീം കോടതിയിൽ ഹർജി വേഗം വാദം കേൾക്കണം എന്ന് അപേക്ഷയിൽ ഹർജിക്കാരൻ നൽകിയത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ കാണാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് അന്ന് ഉടനെ ഹർജി കേൾക്കണമെന്ന വാദം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. എന്നാൽ ഇന്ന് പ്രാഥമികമായി ഈ ഹർജിയിന്മേൽ വാദമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഹർജിക്കാർക്കെതിരെ, അതായത് ഈ CJPയുടെ ഈ ഹർജിക്കെതിരെ പോലീസും അതുപോലെ തന്നെ സംഘർഷം നടത്തിയ വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബങ്ങളും ഹർജി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പോലീസുകാരുടെ ജീവനും വിലയുണ്ട്. എന്ത് ആശയത്തിൻ്റെ പേരിലായാലും, എന്തടിസ്ഥാനത്തിലായാലും, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടായാലും ജനാധിപത്യ വിരുദ്ധമായി അക്രമ സമരം നടത്തുന്നവരെ പോലീസിന് തടഞ്ഞേ കഴിയൂ. അങ്ങനെ തടയുമ്പോൾ പോലീസുകാർ ആക്രമിക്കപ്പെടുകയാണ്. പലപ്പോഴും ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോലും അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ ജീവന് വിലയുണ്ട്. പോലീസുകാരുടേക്കും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസുകാരുടെ കുടുംബങ്ങളും CJPക്കെതിരെ സുപ്രീം കോടതിയിൽ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസുകാരുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വാദം കേട്ട സുപ്രീം കോടതി ബെഞ്ചിലെ അഭിഭാഷകനും പറയുന്ന സാഹചര്യമുണ്ടായി. ജസ്റ്റിസ് ജയമാല ബാഗ്ചിയാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. പോലീസുകാരുടെ ജീവനും വിലയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ആയാലും പ്രക്ഷോഭകരായാലും പരിക്കേൽക്കുന്ന രീതിയിലുള്ള സംഘർഷം ഒഴിവാക്കണം എന്നാണ് ജയമാല ബാഗ്ചി അഭിപ്രായപ്പെട്ടത്. ഇങ്ങനെ നിരവധി ഹർജികൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഈ ജൂലൈ 20-നാണ് CJPയുടെ ഒരു പ്രതിഷേധ മാർച്ച് പാർലമെൻറ്റിലേക്ക് നടത്തിയത്. ആ പാർലമെൻറ്റ് മാർച്ചാണ് അക്രമാസക്തമാവുകയും ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കണ്ണീർവാതക പ്രയോഗം, അതോടൊപ്പം തന്നെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചു എന്ന ആരോപണമുണ്ട്. ഇപ്പോൾ ഇന്ന് ആ ആരോപണം അതിശക്തമാണ്. പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം കൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പോലീസ്
അതിക്രമത്തിനെതിരെയാണ് CJP അനുകൂലികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജിക്കെതിരെയാണ് ഇപ്പോൾ പോലീസുകാരുടെ കുടുംബങ്ങൾ നാടകീയമായി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. സർക്കാർ ഈ ഹർജികളെല്ലാം ഒരുമിച്ച് കേൾക്കണമെന്ന വാദമാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ വച്ചത്. സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ഈ ഹർജികൾ ഒരുമിച്ച് കേൾക്കാമെന്ന് സുപ്രീം കോടതി സമ്മതിക്കുന്നു. അതേസമയം തന്നെ നാളെ മുതൽ വിശദമായ വാദം ഈ ഹർജികളിന്മേൽ ഉണ്ടാകും എന്ന് പറയുന്നു. മാത്രമല്ല, ഈ അതിക്രമം അതൊരിക്കലും പോലീസ് കാണിക്കാൻ പാടില്ലാത്തതാണ് എന്നൊരു താക്കീത്, അങ്ങനെ ഒരു നിരീക്ഷണം ഇന്ന് സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാവുക. വിശദമായ ഒരു ചർച്ച തന്നെയായിരിക്കും, അല്ലെങ്കിൽ വിശദമായ വാദം തന്നെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേൾക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പാറ്റകൾക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പോലീസുകാർക്ക് അനുകൂലമായോ സർക്കാരിന് അനുകൂലമായോ ഒക്കെ വിധി വരാനുള്ള സാധ്യതയുണ്ട്. നിർണായകമായ ഒരു കേസാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. പോലീസ് അതിക്രമം, പ്രത്യേകിച്ചും പെല്ലറ്റ് തോക്കുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ അതിക്രമം രാജ്യത്തെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം അക്രമം അത് ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പോലീസ് അതിക്രമവും അത് ക്ഷമിക്കാൻ കഴിയില്ല. ഇത് കൃത്യമായി തന്നെ ഭരണാധികാരികളും അതുപോലെ തന്നെ പോലീസും കൃത്യമായി ഉത്തരവാദിത്വത്തോടു കൂടി ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള നിരീക്ഷണങ്ങളാണ് ഇന്ന് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. നാളെ എന്തായാലും വിശദമായ വാദം ഈ വിഷയത്തിൽ നടക്കാനിരിക്കുകയാണ്.